ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ ചുമന്ന പരിപ്പാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ചുമന്ന പരിപ്പ് ഇച്ചിരി സാമ്പാർ പരിപ്പും കൂടെ കൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറി വെക്കാനാണ്. അപ്പം അത് പതുക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇപ്പം തന്നെ ഇടുന്നത് ഒരു തക്കാളി ഇടുന്നുണ്ട്. ഒരു ആവറേജ് വലുപ്പമുള്ള തക്കാളി, ഒരു ചെറിയ സബോള, 2 പച്ചമുളക്, ഇച്ചിരി കരിവേപ്പില, ഇതും കൂടെ കൂട്ടി നമ്മളിപ്പോൾ ഇടുക. അത് കഴിഞ്ഞ് നമ്മളൊരു 2 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. 2 വിസിലൊക്കെ വന്നായിരുന്നേ. അപ്പോൾ നമ്മുടെ ദാല് നന്നായിട്ട് വെന്തു കേട്ടോ. നമുക്കിതൊന്ന് ഉടയ്ക്കണം. ഉടച്ചെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിനകത്ത് നെയ്യിലായിട്ടാണ് ഞാൻ താളിക്കണം. ദാല് നമ്മൾ കറി വെച്ചിട്ട് നെയ്യിൽ കടുക് പൊട്ടിച്ചിടണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് വെന്ത് നല്ല എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഴിക്കാം, ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. നെയ്യിൽ താളിക്കണം, കടുകൊക്കെ പൊട്ടിച്ച്. അപ്പം ബാക്കി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാവേ. നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചു. ഞാൻ 1 സ്പൂണ് വെജിറ്റബിൾ ഓയിലും 1 സ്പൂണിനും നെയ്യും കൂടിയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു, അല്ലെങ്കിൽ നെയ്യ് ഒരുപാട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി അത് ഇച്ചിരി കടുക് ഉലുവയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് പൊട്ടിച്ച് നമുക്ക് ബാക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഇടാം. അപ്പോൾ ഞാൻ താളിക്കാൻ വെച്ചേക്കുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചിട്ടുണ്ട്. ഇടിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കരിവേപ്പില. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇടാം. കരിവേപ്പില ഏറ്റവും അവസാനം നമുക്ക് മുകളിലിടാൻ വേണ്ടിയാണേ. നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. നമ്മുടെ വഴറ്റിയ സാധനം ഉള്ളികളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ. ഇനിയും അത്രയും ആയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കതെല്ലാം ഇടാവേ. ഞാനൊന്ന് ദാലുകറി ഒന്ന് ആവിക്ക് വെച്ചു, ഒന്നുകൂടെ ഒന്ന് ആക്കാൻ വേണ്ടി, ഇടാൻ വേണ്ടി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഇടാം. ഉപ്പൊക്കെ പാകത്തിന്. ദാലിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ ഇതിന് വേണ്ട ഉപ്പ് ഞാനിവിടെ ഇട്ട് കേട്ടോ. അപ്പം നമ്മൾ താളിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം പോകും. ഇങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. ജസ്റ്റ് ഒന്ന് ആവി കയറി കുറച്ച് സമയം അടച്ച് വെക്കാം, എന്നിട്ട് പിന്നെ തുറന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ദാല് കറി വെക്കണം, നെയ്യിൽ താളിച്ച് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ചപ്പാത്തി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ MK കുക്കിംഗ് റെസിപ്പീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.